അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചവരാണ്. ഞാൻ ആ ഭാഗങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ ചില ആളുകളെ ഞാൻ നിങ്ങൾക്കത് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് നോക്കിയാൽ ആദ്യം കാണാൻ കഴിയുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഹിജറ 1115 ജനിച്ച് ഹിജറ 1206 മരണപ്പെട്ട ആളാണ്. ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ് വഹാബി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ. അത് മുജാഹിദി എന്ന്, സലഫികളെന്ന് വ്യത്യസ്ത പേരുകളിൽ കാലത്തിനനുസൃതമായി പോലീസിൻ്റെ അന്വേഷണങ്ങൾക്കനുസൃതമായി പേരുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ചുരുക്കത്തിൽ കണക്ക് കൂട്ടിയാൽ 240 വർഷത്തെ പാരമ്പര്യമാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അനുധാവനം ചെയ്യുന്ന വഹാബി പ്രസ്ഥാനത്തിന് ആകെയുള്ള പാരമ്പര്യം. ഈ 240 വർഷത്തെ പാരമ്പര്യമുള്ള ഈ വഹാബി പ്രസ്ഥാനം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിയുടെ ഈ നിയമങ്ങൾക്കും തീരുമാനങ്ങൾക്കും ഫത്വകൾക്കും അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളും ഈ 240 വർഷത്തെ പാരമ്പര്യത്തിൽ എങ്ങനെ സ്വർഗത്തിൽ കടക്കാൻ കഴിയും? ഇനി നിങ്ങൾക്ക് നോക്കിയാൽ കാണുന്നത് അബുൽ അഅ്ല മൗദൂദിയാണ്. അബുൽ അഅ്ല മൗദൂദിയാണ് ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിച്ചിട്ടുള്ളത്. ഒന്ന് വലുതാക്കിയാൽ ആളെ ശരിക്കൊന്ന് കാണാൻ കഴിയും. ഈ അബുൽ അഅ്ല മൗദൂദി 1941 ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിച്ചിട്ടുള്ളത്. ഈ ജമാഅത്തെ ഇസ്ലാമി 941 സ്ഥാപിച്ച ജമാഅത്തെ ഇസ്ലാമി 84 വർഷത്തെ പാരമ്പര്യമാണ് അവരുടെ വിശ്വാസങ്ങൾക്കുള്ളത്. അബുൽ അഅ്ല മൗദൂദിയുടെ ഖുർആൻ പരിഭാഷ, അബുൽ അഅ്ല മൗദൂദിയുടെ ലേഖനങ്ങൾ, അബുൽ അഅ്ല മൗദൂദിയുടെ ഫത്വകൾ ഉൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമി അനുധാവനം ചെയ്യുന്ന ഈ കാര്യങ്ങൾക്ക് പരമാവധി 84 വർഷത്തെ പാരമ്പര്യമാണുള്ളത്. ഈ 84 വർഷത്തെ പാരമ്പര്യമുള്ള ഈ വിശ്വാസത്തിൻ്റെ പിന്നിൽ ഏതടിസ്ഥാനത്തിലാണ് സ്വർഗം എന്ന പ്രതീക്ഷയിൽ അതിൻ്റെ പിന്നാലെ കൂടുന്നത്? ഇനി നോക്കൂ, നിങ്ങൾക്ക് കാണുന്നത് ജനാബ് മുഹമ്മദ് ഇല്യാസി സാഹിബാണ്. ആരാണ് ജനാബ് മുഹമ്മദ് ഇല്യാസി സാഹിബ്? തബ്ലീഗ് ജമാഅത്തിൻ്റെ സ്ഥാപകനാണ്. എന്നാണ് തബ്ലീഗ് ജമാഅത്തിനെ സ്ഥാപിച്ചത്? ഹിജറ 1300 ജനിച്ച് ഹിജറ 1363 മരണപ്പെട്ട് 83 വർഷത്തെ പാരമ്പര്യമാണ് തബ്ലീഗ് ജമാഅത്തിനുള്ളത്. ആ തബ്ലീഗ് ജമാഅത്ത് തന്നെ കേരളത്തിൽ വളരെ കുറഞ്ഞ കാലത്തെ പാരമ്പര്യമാണ് കേരളത്തിൽ തബ്ലീഗ് ജമാഅത്തിനുള്ളത്. സൗകര്യം പോലെ തബ്ലീഗ് ജമാഅത്തിൻ്റെ പ്രസംഗങ്ങൾ, അവിടെ വിശ്വാസങ്ങൾ സൗകര്യം പോലെ ഇൻഷാ അല്ലാഹ് പറയും. അതുപോലെ തന്നെയാണ് മിർസ അഹമ്മദ് ഗുലാം ഖാദിയാനി. മിർസ അഹമ്മദ് ഗുലാം ഖാദിയാനി എന്ന് പറയുന്ന ആ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങൾ, അദ്ദേഹത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ 1835 മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി ഈ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എന്ന പ്രസ്ഥാനം ഉണ്ടാക്കുന്നത്. പരമാവധി കണക്ക് കൂട്ടിയാൽ 190 വർഷത്തെ പാരമ്പര്യമാണ്. അബുൽ അഅ്ല മൗദൂദി പറയപ്പെട്ട മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്നും അദ്ദേഹം പച്ച കാഫിറാണെന്നും ആദ്യമായി ലോക ചരിത്രത്തിൽ ഫത്വ പുറപ്പെടുവിച്ചത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ആ ഫത്വയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്നും ഉറച്ചു നിൽക്കുന്നു. ലോക ഇസ്ലാമിക സംഘടനയായ റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമിയ പോലും സമസ്തയുടെ തീരുമാനത്തെ അംഗീകരിച്ചിരിക്കുന്നു. ഇന്നും ആ അംഗീകാരം നിലനിൽക്കുന്നു എന്നത് വാസ്തവമാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. അതുപോലെ തന്നെ 1962 രൂപീകൃതമായതാണ് ചേകന്നൂർ മൗലവിയുടെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി. 1962 എത്ര വർഷത്തെ പാരമ്പര്യം? 63 വർഷത്തെ പാരമ്പര്യം. ഇന്ന് കേരളത്തിൻ്റെ മണ്ണിൽ അറിയപ്പെടുന്ന ഞാൻ ഈ പറയപ്പെട്ട മുഴുവൻ ബിദ്അഈ കക്ഷികളും പരിശോധിച്ചു നോക്കിയാൽ 100, 150, 200, 100-ൽ താഴെയോ വർഷത്തെ പാരമ്പര്യമാണ് അവരുടെ വിശ്വാസങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ 100, 100 ചില്ലാനമോ വർഷത്തെ പാരമ്പര്യമുള്ള വിശ്വാസം കൊണ്ട് ഈ വിശ്വാസത്തെ അനുധാവനം ചെയ്ത് ആരെങ്കിലും അവിടെ പിന്നാലെ കൂടിയാൽ സ്വർഗപ്രവേശനം സാധ്യമല്ല. അപ്പം നേരെ തിരിച്ചു ചോദിക്കാണ്ടാവും, എന്നാ സമസ്ത 1926 100 വർഷമല്ലേ ആയിട്ടുള്ളൂ? സമസ്ത എന്ന് പറയുന്നത് ഒരു വിശ്വാസധാരയല്ല. സമസ്ത രൂപീകരിച്ചത് 1900-ൽ ഈ മഹിതമായ പ്രസ്ഥാനം രൂപീകരിച്ചത് മുതൽ പുതിയൊരു വിശ്വാസത്തെയോ പുതിയൊരു ആചാരത്തെയോ പുതിയൊരു അനുഷ്ഠാനത്തെയോ അല്ല സമസ്ത അനുധാവനം ചെയ്തിട്ടുള്ളത്. 1400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് സയ്യിദുൽ വറ ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ അറഫാത്തിന്റെ ആ മരുഭൂമിയെ സാക്ഷി നിർത്തി ജബലുർ റഹ്മയുടെ മുകളിൽ നടത്തിയ പ്രസംഗത്തിൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് പ്രഖ്യാപിച്ച പരിശുദ്ധമായ മതം അത് അതുപോലെ കൊണ്ടു നടന്ന്
1926 മുതൽ അത് സംരക്ഷിക്കുന്ന ഡ്യൂട്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത്. ആ ഡ്യൂട്ടിയാണ് എക്കാലത്ത് നടത്തി പോന്നിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമി, ഞാനത് കൂടുതൽ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല, എന്തെങ്കിലും ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി അതിൻ്റെ പിന്നാലെ കൂടിയിട്ടുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി എന്താണെന്ന് അത് പരിചയപ്പെടുത്തേണ്ടത് ആ സംഘടനയുടെ ബന്ധപ്പെട്ടവരാണ്. ഇത് എൻ്റെ കയ്യിലുള്ളത് ജമാഅത്തെ ഇസ്ലാമിയെ പരിചയപ്പെടുത്താൻ വേണ്ടി. പിന്നെ ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകം 1995 ഇറക്കിയ ജമാഅത്തെ ഇസ്ലാമിയെ പരിചയപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥമാണ് ഈ ചെറിയൊരു ഗ്രന്ഥം. ഇത് 1995 നിയമമാണ്. 96 വേറുണ്ട്, 2000 വേറുണ്ട്, 2013 വേറുണ്ട്. ഇത് മഴക്കാലം വേനൽക്കാലം മാറി മാറി വരുന്നത് പോലെ അവരുടെ നിയമങ്ങളും നിലപാടുകളും മാറിക്കൊണ്ടിരിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ 6-ാമത്തെ പേജിൽ, ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം, ഈ പുസ്തകത്തിൻ്റെ 6-ാമത്തെ പേജിൽ എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ചത് എന്ന് അവരുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൽ അവർ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഞാനൊന്ന് വായിക്കാം. ജമാഅത്തെ ഇസ്ലാമി പരമ്പരാഗത ശൈലിയിലുള്ള ഒരു സംഘടനയോ അധികാരം ലക്ഷ്യമാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ധാർമ്മിക തത്വങ്ങളുടെ പ്രചാരണത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയോ ആയിരുന്നില്ല. അപ്പോൾ മൂക്ക് കീഴ്പ്പെട്ടുള്ള ഒരാൾക്ക് ഇത് അനുധാവനം ചെയ്യാൻ പറ്റൂല. ഞാനത് വിശദീകരിക്കില്ല സമയ ചുരുക്കം കൊണ്ട്. എന്നിട്ട് ഇതിൽ അവരെഴുതാണ്, നാനാജാതി മതസ്ഥരെ ദൈവിക മാർഗത്തിൽ അണിനിരത്തി ധാർമ്മിക അടിത്തറകളിൽ ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കാൻ സ്ഥാപിതമായ വിപ്ലവ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ എല്ലാ മതവിഭാഗക്കാരായ ആളുകളെയും ഒരുമിച്ച് കൂട്ടി ഒരു കുടക്കീഴിലാക്കി പ്രത്യേകതര വിശ്വാസ പ്രമാണങ്ങളുണ്ടാക്കി ഒരു പുതിയൊരു സംവിധാനമാണ്. പാരമ്പര്യമായിട്ട് 1% പോലും ബന്ധപ്പെടുത്താൻ കഴിയാത്തതാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് 1995 അവർ പുറത്തിറക്കിയ, അവരെ പരിചയപ്പെടുത്തിയ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗികമായ ഭരണഘടനയാണ്. ഈ ഭരണഘടന അവർ പുറത്തിറക്കിയിട്ടുള്ളത് 1996 ഡിസംബർ വരെയാണ്. പ്രത്യേകിച്ച് ഇത് എഴുതിയിട്ടുണ്ട് 1996 ഡിസംബർ വരെയുള്ള ഭേദഗതി അനുസരിച്ചുള്ള ഭരണഘടന. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 100 കൊല്ലമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിച്ചിട്ട് ഈ 100 കൊല്ലത്തിനടക്ക് ഇതാ 1957 ഭരണഘടന, 1968 മാറ്റി പറഞ്ഞത്, 1984 തിരുത്തിയത്, 2000 പുതിയ നിയമം. ഇതൊരു ക്രിസ്തു മതമൊന്നുമല്ലത്, ഇസ്ലാമിൻ്റെ പേരിലാണ്. 1996 അവർ പുറത്തിറങ്ങിയ ഈ പുസ്തകത്തിൻ്റെ 14-ാമത്തെ പേജിൽ കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് അവർ എഴുതിയത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ആദർശം അതിൻ്റെ വിശദീകരണ സഹിതം ഗ്രഹിച്ച ശേഷം, കേട്ടോളി, അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമത്തു തൗഹീദ് നന്നായി മനസ്സിലാക്കുക. ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അത് മനസ്സിലാക്കിയതിന് ശേഷം അതു തന്നെയാണ് തൻ്റെ ആദർശമെന്ന് സാക്ഷ്യം വഹിക്കുക. സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ ഷഹാദത്ത് കലിമ ചൊല്ലുകയെന്ന്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിൽ ഒരാൾ അംഗമാകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് കലിമ ചൊല്ലിയിരിക്കണമെന്ന് 1996 ഭരണഘടനയിൽ അതിൻ്റെ 14-ാമത്തെ പേജിൽ 6-ാമത്തെ ഖണ്ഡികയിൽ 1-ാം നമ്പറായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ 15-ാമത്തെ പേജ് 15-ാമത്തെ പേജിൽ 6-ാം നമ്പറായിട്ട് ഖണ്ഡിക 8 രേഖപ്പെടുത്തുന്നു. ദൈവികമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥയിൽ താൻ വല്ല കുഞ്ചിക സ്ഥാനം വഹിക്കുന്നവനോ അതിൻ്റെ നിയമനിർമ്മാണ സഭയിലെ അംഗമോ അതിൻ്റെ കോടതി വ്യവസ്ഥയുടെ കീഴിൽ ന്യായാധിപ സ്ഥാനത്ത് നിയമിക്കപ്പെട്ടവനോ ആണെങ്കിൽ ആ സ്ഥാനം കൈയൊഴിയുക. സർക്കാർ ജോലി ഉപേക്ഷിക്കണം, ഗവൺമെൻറ് ജോലി ഉപേക്ഷിക്കണം, ഗവൺമെൻറ്റിൻ്റെ ശമ്പളം വാങ്ങുന്ന ഏത് വ്യവസ്ഥയാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം. കോടതിയെ അംഗീകരിക്കാൻ പാടില്ല, നിയമവ്യവസ്ഥയെ അംഗീകരിക്കാൻ പാടില്ല. ഇതൊരു ഇസ്ലാമിക രാഷ്ട്രമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് വളരെ വ്യക്തമായി 1996 ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ട്. തീർന്നിട്ടില്ല, ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഇത് കണ്ടോ നിങ്ങൾ, റൂദാദ് ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗികമായ പ്രസിദ്ധീകരണമാണ്. ഈ പ്രസിദ്ധീകരണത്തിൻ്റെ 14-ാമത്തെ പേജിൽ, സമയ ചുരുക്കം കൊണ്ടാണ് ഞാൻ ഇതൊന്നും വിശദീകരിച്ചിട്ട് പറയാത്തത്, ഈ പുസ്തകത്തിൻ്റെ 14-ാമത്തെ പേജിൽ
അവരെഴുതിയത് കാണാം. ഈ ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കാനുണ്ടായ ആ പശ്ചാത്തലത്തിലുണ്ടായ സംഭവം. ശഅബാൻ 2 രാവിലെ 8 മണിക്ക് ഓഫീസിൽ സമ്മേളനം ആരംഭിച്ചു. എല്ലാവരും നിലത്താണ് ഇരുന്നിരുന്നത്. ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിക്കുന്ന ആദ്യത്തെ യോഗത്തിൽ എല്ലാവരും നിലത്താണ് ഇരുന്നിരുന്നത്. വലിയൊരു കറാമത്ത് തന്നെയാണ്. അത്യാവശ്യമായതുകൊണ്ട് സദസ്യരുടെ അനുവാദത്തോടെ മൗലാന കസേരയിലും ഉപവിഷ്ടനായി. മൗലാന പറഞ്ഞാൽ ഈ പറഞ്ഞ അബുൽ അഅ്ല മൗദൂദി, അദ്ദേഹം കസാലയിലിരുന്നു. അടുത്ത കറാമത്ത്, ഔപചാരിക പരിപാടികൾക്ക് നാന്ദി കുറിക്കുന്നതിന് മുമ്പായി മൗലാന ചിന്തോദീപകവും സാരവത്തുമായ ഒരു പ്രഭാഷണം നടത്തി. എന്ന് പറഞ്ഞാൽ അബുൽ അഅ്ല മൗദൂദി കസാലയെ കുത്തിർന്നാണ് നല്ലൊരു പ്രസംഗം നടത്തി. അതിൽ നീ കേട്ടോളി, നിലവിൽ വരാൻ പോകുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. അതായത് രൂപീകരിക്കാൻ പോകുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയത്തെ സംബന്ധിച്ചും ആദർശത്തെ സംബന്ധിച്ചും അദ്ദേഹം അങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? ഒരു കാലത്ത് സാധാരണ മുസ്ലിങ്ങളെപ്പോലെ ഞാനും പാരമ്പര്യ മതത്തിൻ്റെ വക്താവും പ്രയോക്താവുമായിരുന്നു. ഞാൻ ഇതുവരെ പാരമ്പര്യമായ വിശ്വാസം, സലഫുസ്വാലിഹ്യങ്ങളുടെ വിശ്വാസം, മുൻഗാമികളുടെ വിശ്വാസം അങ്ങനെ വിശ്വസിച്ചു പോന്നിരുന്ന ആളായിരുന്നു ഞാൻ. ബോധം വന്നപ്പോൾ ഇങ്ങനെ ബാപ്പമാരിൽ കണ്ടത് മാത്രം പിൻപറ്റുന്നത് നിരർത്ഥകമാണെന്ന് തോന്നി. അങ്ങനെ മൂപ്പർക്ക് പെട്ടെന്നൊരു ബോധമുണ്ടായി. ആ ബോധമുണ്ടായപ്പം ഈ മുൻഗാമികളൊക്കെ വിശ്വസിച്ചത്, മുൻഗാമികൾ ചെയ്തത്, മുൻഗാമികൾ എഴുതി വെച്ചത്, മുൻഗാമികൾ പറഞ്ഞത് അതൊക്കെ നിരർത്ഥകമാണ്, ഒരർത്ഥമില്ലാത്തതാണ് എന്നെനിക്ക് തോന്നി. അവസാനം ഖുർആനിലേക്കും സുന്നത്തിലേക്കും ശ്രദ്ധയൂന്നി ഇസ്ലാമിനെ മനസ്സിലാക്കുകയും മനസ്സറിഞ്ഞ് അതിൽ വിശ്വസിക്കുകയും ചെയ്തു എന്ന് റൂദാദ് ജമാഅത്തെ ഇസ്ലാമി എന്നവരുടെ ഔദ്യോഗിക പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ എന്തിനാണ് ഞാനിത് വായിച്ചത്? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ സംഘടന അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ നിന്ന് മാറി ചിന്തിക്കുകയും പാരമ്പര്യ വിശ്വാസവുമായി ലവലേശം ബന്ധമില്ലാത്ത സ്വർഗത്തിലെത്തുമെന്ന് കരുതി ഒരാൾക്കും മെമ്പറാകാൻ കഴിയാത്തതാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയിൽ ഇന്നത്തെ നേതാവ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, അദ്ദേഹത്തോടൊരു ചോദ്യം. എന്താണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്? പരിശുദ്ധമായ ഖുർആനും സുന്നത്തും കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നീട് എന്തിനാണ് നിങ്ങളെ വക നയങ്ങൾ മാറ്റിയത്? ഒരുപാട് നയങ്ങൾ മാറ്റിയല്ലോ. എന്തിനാണ് നിങ്ങൾ നയങ്ങൾ മാറ്റിയത്? വോട്ട് ചെയ്യൽ ഹറാമാണ് എന്ന് എന്തിനാണ് നിങ്ങൾ പറഞ്ഞത്? ഹറാമ് കഴിഞ്ഞൊല്ല ഹറാമായത്, ഇക്കൊല്ലം എങ്ങനെ നിങ്ങൾക്ക് ഹലാലാകണത്? ഇക്കൊല്ലം ഹലാലായ പലതും പിറ്റത്തെ കൊല്ലങ്ങൾ ഹറാമാണെന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ് നിങ്ങളുടെ അതിൻ്റെ മാനദണ്ഡം എന്ന് സദസ്സിൽ നിന്നൊരാളുടെ ചോദ്യത്തിന് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന് മറുപടി പറയും. ആദ്യം ചോദ്യം കേൾക്കി, പിന്നെ മറുപടി ഒന്ന് കേൾക്കി. ഷെയ്ഖ് സാഹിബിനോടാണ്. ഖുർആനും ഹദീസും സമ്പൂർണമായി ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കെ ഹറാം ഹലാം തുടങ്ങിയ വിധിവിലക്കുകളിൽ പിന്നെ എന്താണൊരു നയംമാറ്റം? ഉദാഹരണം, ഒരു കാലത്ത് വോട്ട് ചെയ്യുന്നത് ഹറാമായിരുന്നു, പിന്നെ അത് ഹലാലായി. അപ്പം വോട്ട് ചെയ്യാന്നുള്ള സംഗതി ഹറാമാണെന്ന് ഒരുപാട് കാലം പറഞ്ഞു നടന്നു, എഴുതി നടന്നു. കാരണം മനസ്സിന്റെ ഉള്ളിലുള്ളത് എന്താണ്? ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ്, ആ ഒരു വ്യവസ്ഥയാണ് അവർ മനസ്സിൽ കാണുന്നത്. അപ്പം അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പാടില്ല, എല്ലാവരും മാറി നിൽക്കണം, അത് ഹറാമാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ നിങ്ങൾ എന്തേ ഹലാലാക്കിയത് എന്നാണ് ഷെയ്ഖ് സാഹിബിനോട് ചോദിക്കുന്നത്. ഇങ്ങനെ ഹറാം ഹലാൽ മാറ്റിമറിക്കലാണോ നയംമാറ്റം? യഥാർത്ഥത്തിൽ ഇതൊരു അവസരവാദമല്ലേ? സമാനമായൊരു ചോദ്യമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി സർക്കാർ ജോലി സ്വീകരിക്കുന്നത് ഹറാമായി കണ്ടിരുന്നു. പലരും ജോലി രാജിവെക്കുകയും സർട്ടിഫിക്കറ്റുകൾ കീറിക്കളയുകയും ചെയ്തു. അപ്പൊ ആദ്യം സർക്കാർ ജോലി ഹറാമാണെന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു. അപ്പൊ അതിലു കൂടിയ സാധുക്കളായ ആളുകൾ ഈ തീരുമാനം തരിപ്പ് കയറിയാണ്ട് പലരും സർട്ടിഫിക്കറ്റ് കീറി, പലരും സർക്കാർ ജോലി രാജിവെച്ചു, അന്നം കിട്ടാൻ കുടുങ്ങി, ഒരാളും തിരിഞ്ഞു നോക്കാണ്ടായില്ല. അപ്പൊ പറഞ്ഞു എന്നാ സർക്കാർ ജോലി ഹലാലാണ് പറഞ്ഞു. എന്നിട്ട് അന്ന് ഹറാമായ ജോലി ഇന്ന് എങ്ങനെ ഹലാലായി? ഇതുപോലുള്ള ധാരാളം ചോദ്യങ്ങളുണ്ട്. എല്ലാ ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ മറുപടിയാണ് അതിലേറെ രസം. അന്ന് കേട്ടോളി. ഒന്ന്, ഹറാം ഹലാലാവുമോ? അതിൽ അങ്ങനെ ചെയ്യുന്നതിന് നയം എന്ന് പറയുമോ? എന്താണ് നയം എന്ന് പറഞ്ഞാൽ ആദർശത്തിൽ ഊന്നി ലക്ഷ്യത്തിലെത്തുവാൻ സ്വീകരിക്കുന്ന സമീപനത്തിനാണ് നയം എന്ന് പറയുക. ആ നയം മാറിക്കൊണ്ടേയിരിക്കും. കണ്ണങ്ങള് ആദർശത്തിലൂന്നിയിട്ടുള്ള വിശ്വാസം, ആ നയങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. അതാ നമ്മൾ പറയണത്. ബോധമുള്ളവർ ഇത്തരം ബിദ്അ പ്രസ്ഥാനക്കാരെ പിന്നിൽ പോകാൻ പാടില്ല.
ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരൂല. വൈക്കൊന്ന് യൂട്ടേൺ അടിച്ചിങ്ങോട്ട് പോരേണ്ടി വരുമെന്ന്. സാഹചര്യം മാറുമ്പോൾ ചിലപ്പോൾ ഹറാം ഹലാലുമാകും. ഉസാറായിന്ന സാഹചര്യത്തിനനുസരിച്ച് ഹലാല് ഹറാമാകും. അപ്പൊ മൊറയൂര് കള്ളുകൂടി ഹറാമാണ്, കോഴിക്കോട്ട് എത്തിയേക്കുമ്പോൾ ഹലാലായി. കാരണം സാഹചര്യം മാറിയാലോ. കേരളക്കാരൻ തമിഴ്നാട്ടിലെത്തുമ്പം ഇവിടെ ഹലാലുള്ളത് തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ ഹറാമ്. സാഹചര്യത്തിനനുസരിച്ച് ഹലാലും ഹറാമൊക്കെ മാറും. നല്ല മട്ടം ഉണ്ടാവും. ഉദാഹരണം, ഇപ്പോൾ നാം ഒരു ഇന്ത്യയിൽ ഒരു ബഹുസ്വര സമൂഹമാണ്. ഇവിടെ ഇസ്ലാമിക സമൂഹത്തിന്റെ മുഖ്യമായ ചുമതല ദഅവത്താണ്. അതേസമയം ഇതൊരു മുസ്ലിം സമൂഹമായി കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യമായ ചുമതല ഇസ്ലാഹായി മാറും. ഇപ്പോൾ സായുധ ജിഹാദ് ഹറാമാണെങ്കിൽ ഇതൊരു ഇസ്ലാമിക രാഷ്ട്രമായി മാറിയാൽ സായുധ ജിഹാദ് ഹലാലായി മാറും. അതുകൊണ്ട് ഹറാം ഹലാലാവുമോ എന്ന് ചോദിച്ചാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ, സമൂഹങ്ങളുടെ ഘടനകൾ മാറുമ്പോൾ ചിലപ്പോൾ ഹറാമുകൾ ഹലാലായി മാറും. അങ്ങനെ അപ്പോഴേ ഹറാമല്ല. കണ്ടങ്ങള് ഇപ്പൊ ജീവിച്ചിരിക്കണേല് ഇപ്പൊ ഉള്ളതിൽ ഏറ്റവും വലിയ ആലിമാണ്. അയാളെ ഇൽമിന്റെ കഥയപ്പാ കേൾക്കുന്നത്. ഇതാണ് ജമാഅത്ത് ഇസ്ലാമി. പലരും പറയാനുണ്ട് ജമാഅത്ത് ഇസ്ലാമി ഭൗതികമായ ഈ റോഡ്, പാലം, ഇത്തരം വിഷയങ്ങളിൽ മാത്രം ഇടപെടുന്ന ആളുകളാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ അബുൽ അഅ്ല മൗദൂദിയുടെ ഖബറിങ്കൽ വരുന്ന നേർച്ച പൈസയുടെ വരുമാനം കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അബുൽ അഅ്ല മൗദൂദിയുടെ കുടുംബം ഇന്നും കഴിഞ്ഞു പോരുന്നത്. ആർക്കാതറിയാം? ഇത് ഞാൻ എൻ്റെ വക പറയല്ല. ഇത് 1986 മാർച്ച് മാസം പുറത്തിറങ്ങിയ സൽസബീൽ മാസികയാണിത്. അതിൻ്റെ ഒറിജിനലാണ്. ആ സൽസബീൽ മാസികയുടെ 1986 മാർച്ച് മാസം പുറത്തിറങ്ങിയ ലക്കം 16 പുസ്തകം 2 ഇതിൽ ജനാബ് കെ ഉമർ മൗലവി അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം ഇതിൽ എഴുതുന്നുണ്ട്. അന്ന് ഉമർ മൗലവിയാണ് സൽസബീലിൻ്റെ പത്രാധിപൻ. അയാൾ മരിച്ചുപോയി. അതിൻ്റെ സഹപത്രാധിപൻ ജനാബ് സുഹൈർ ചുങ്കത്രയാണ്. അയാൾ ഇന്നും ഹയാത്തിലുണ്ട്. 1956 പ്രസിദ്ധീകരിച്ച ഈ അനുഭവക്കുറിപ്പ് ഇന്നുവരെ പിൻവലിച്ചിട്ടില്ല. ഞാനൊന്ന് വേഗത്തിൽ പറയാ എന്താ സംഭവം. ഉമർ മൗലവി നാടൊക്കെ ചുറ്റാൻ വേണ്ടി പോയി. സിയാറത്ത് എന്നതിന് പേര് കൊടുത്തില്ല കേട്ടോ. നാടൊക്കെ ചുറ്റാൻ വേണ്ടി പോയി. ആയിക്കോട്ടെ, നമ്മളതിൻ്റെ വേഗത്തിൽ സൈക്കിൾ എടുത്ത് കൂടുന്നില്ല. കേട്ടോളി. ലാഹോറിൽ ഞാൻ മൗദൂദി സാഹിബിൻ്റെ ഖബർ കാണാൻ വേണ്ടി പോയി. സിയാറത്തിനല്ല കേട്ടോ. സുന്യാൾ പോകുമ്പോൾ അതിന് സിയാറത്തെന്ന് പേരുണ്ടാവുള്ളൂ. ഓല് പോകുമ്പോൾ പണ്ടൊരാൾ പറഞ്ഞില്ല, നിങ്ങളിട്ട വള്ളിട്ട അവസരം നമ്മളിട്ട ബർമുഡ എന്ന് പറഞ്ഞ മാതിരി ഓല് പോയാൽ സന്ദർശിക്കാൻ പോയി, നമ്മളാകുമ്പോൾ സിയാറത്തിന് പോയി. ആയിക്കോട്ടെ, ലാഹോറിൽ ഞാൻ മൗദൂദി സാഹിബിൻ്റെ ഖബർ കാണാൻ പോയി. അതൊരു ടൂറിസ്റ്റുകാരൻ തുറന്നല്ലോ, ഖബർ എത്ര പോവാൻ നമുക്കൊക്കെ തിരിയാലോ. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്താണ് ഖബർ. 4 വാര വീതി നീളത്തിൽ അല്പം ഉയർത്തിയ സ്ഥലത്ത് അതിൻ്റെ മധ്യത്തിൽ നമ്മുടെ നാട്ടിലെ മാതിരി 2 അറ്റത്ത് കല്ല് വെച്ചിട്ടില്ല. മാതിരി എന്നൊക്കെ ഇതിൽ തന്നെ ഉള്ളതാട്ടോ. ഞാൻ എൻ്റെ വക പറഞ്ഞു എന്നല്ല, പഴയ മലയാളം എഴുതിയാൽ മതി. പനനീർപ്പൂ പോലെയുള്ള പുഷ്പങ്ങൾ വിതറിയിരിക്കുന്നതും ചന്ദനത്തിരി കത്തിച്ചതും കണ്ടു. രാവിലെ 7 മണിക്കാണ് ഈ സന്ദർശനം. സിയാറത്തല്ല, സന്ദർശനം. സമയം അതായത് കൊണ്ടായിരിക്കാം അവിടെ ആരെയും കണ്ടില്ല. ഞാനും കൂട്ടുകാരും അവിടെ കുറെ ചുറ്റിക്കറങ്ങി. ഒടുക്കം വീടിൻ്റെ തെക്കുഭാഗത്തുള്ള മുറിയിൽ നിന്ന് ഒരു വയസ്സിനിറങ്ങി വന്നു. അദ്ദേഹവുമായി നടന്ന സംഭാഷണത്തിൻ്റെ ചുരുക്കം. അങ്ങനെ വയസ്സായ ഒരാളെ അവിടെ കണ്ടു. അപ്പോൾ ഉമർ മൗലവി അയാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? ഞാൻ മൗദൂദിയുടെ സെക്രട്ടറി ആയിരുന്നു. സ്വദേശം കറാച്ചി. മരണത്തിൻ്റെ 10 കൊല്ലം മുമ്പ് ബന്ധപ്പെട്ടതാണ്. പിന്നെ ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല. മൗലാന നടത്തിയിരുന്ന ബുക്ക് ഡിപ്പോയുടെ മാനേജറാണ് ഞാനിപ്പോൾ. അപ്പോൾ ഉമർ മൗലവി ചോദിച്ചു, ഈ വീട്ടിൽ ആരുമില്ലേ? അപ്പോൾ പറഞ്ഞു, ഭാര്യയും ഒരു പുത്രിയും മാത്രമേ ഉള്ളൂ. പൊതു ഖബർസ്ഥാനിൽ അടക്കാതെ മൗലാനയുടെ ഖബർ വീടിൻ്റെ മുറ്റത്ത് മറമാടാനുള്ള കാരണം എന്താണ്? അദ്ദേഹത്തോട് ചോദ്യം. അപ്പം അയാൾ പറയാണ്, അത് ചോദിക്കരുത്, അത് വിവരിക്കാൻ എനിക്ക് പ്രയാസമാണ്. എന്നിട്ട് ഉമർ മൗലവി അതിൻ്റെ കാരണം കണ്ടെത്തി. പലരുമായി ബന്ധപ്പെട്ടു. അങ്ങനെ ബന്ധപ്പെട്ട് കാരണം കണ്ടെത്തിയിട്ട് ഉമർ മൗലവി പറയാണ്, എന്താണ് അതിൻ്റെ കാരണം? ജമാഅത്തെ ഇസ്ലാമി പാർട്ടി അറിവോടെ ഓഫീസ്, പള്ളി, ലൈബ്രറി, ഓഡിറ്റോറിയം എല്ലാം ഉൾക്കൊള്ളുന്ന മൻസൂറ എന്ന കോംപ്ലക്സിൽ മൗദൂദി സാഹിബിന് ഖബർ തയ്യാറാക്കി. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായ അബുൽ അഅ്ല മൗദൂദി മരിക്കാൻ സമയമായപ്പം ജമാഅത്തെ ഇസ്ലാമി എന്ത് ചെയ്തു? ഓരോ ഓഫീസ്, പള്ളി, ലൈബ്രറി, ഓഡിറ്റോറിയം ഒക്കെ നിലകൊള്ളുന്ന മൻസൂറ എന്ന പേരുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ മൗദൂദി സാഹിബിന് വേണ്ടി ഖബർ തയ്യാറാക്കി. എന്നിട്ടോ
കുടുംബം വീടിന്റെ മുറ്റത്തും ഖബർ തയ്യാറാക്കി. അദ്ദേഹത്തിന്റെ കുടുംബം മൗദൂദി സാഹിബിന്റെ വീടിന്റെ മുറ്റത്ത് ഖബർ വെട്ടി. ഒരാൾക്ക് 2 ഖബർ, അങ്ങനെ 2 ഖബർ വെട്ടി. കുടുംബം വീടിന്റെ മുറ്റത്തും ഖബർ തയ്യാറാക്കി. മൗദൂദി സാഹിബിന്റെ പേരിൽ വരുന്ന നേർച്ചകളും പാരിതോഷികങ്ങളും ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് കുടുംബം വാദിച്ചു. മൂപ്പര് മരിച്ചാൽ മയ്യത്ത് ഞങ്ങൾക്ക് കിട്ടണമെന്ന് കുടുംബം, അതല്ല ഞങ്ങൾക്ക് കിട്ടണമെന്ന് സംഘടനയും വാദിച്ചു. അതിന് കുടുംബക്കാർ പറഞ്ഞ മറുപടി, അവിടെ വരുന്ന നേർച്ച പൈസ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവായ അബുൽ അഅ്ല മൗദൂദി മരിക്കുന്നതിന് മുമ്പ് വരാൻ പോകുന്ന നേർച്ച പൈസക്ക് വേണ്ടി തല്ലുകൂടിയ ടീമാണ് ജമാഅത്തെ ഇസ്ലാമി. അറിയുങ്ങൾക്ക്. എന്നിട്ട് കുടുംബം അവർ പറയാണ്, അങ്ങനെ പാർട്ടിയും കുടുംബവും തമ്മിൽ വലിയ തർക്കമായി. 2 കൂട്ടരും യോജിച്ച് ഒരു മധ്യസ്ഥനെ നിശ്ചയിച്ചു. മധ്യസ്ഥൻ തീരുമാനിക്കട്ടെ ഇനി ഇയാളെ എവിടെ മറമാടേണ്ടത് എന്ന്. അങ്ങനെ മധ്യസ്ഥൻ എന്ത് ചെയ്തു? കുടുംബത്തിന്റെ ഭാഗം ശരിവെച്ചു, വിധി പറഞ്ഞു. അങ്ങനെയാണ് വീടിന്റെ മുറ്റത്ത് ഖബറടക്കിയത്. ആ മൗദൂദിയുടെ ഖബറിടത്തിങ്ങൾ ഇന്നും ചന്ദനത്തിരി കത്തിക്കുന്നുണ്ട്. ആ മൗദൂദിയുടെ ഖബറിടത്തിങ്ങൾ ഇന്നും പൂവ് വിതറുന്നുണ്ട്. അവിടെ കിട്ടുന്ന പാരിതോഷികങ്ങൾ ആ കുടുംബം എടുക്കുന്നുണ്ട്. നിങ്ങളെ വിഷയം വരുമ്പോൾ അങ്ങനെ കുന്തം ചാരിയക്കുക, ഞങ്ങളെ വിഷയം വരുമ്പോൾ കുന്തം കുത്തനെ വെക്കുക. ഇതാണെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അവ സത്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ സംഘടന അർത്ഥത്തിലും എല്ലാ വിഷയത്തിലും അടിസ്ഥാനപരമായ മാർഗത്തിൽ നിന്ന് മാറി ചിന്തിച്ചവരാണ്. മതരാഷ്ട്രവാദം, ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു. മതരാഷ്ട്രവാദം അപകടകരല്ലേ? അതുകൊണ്ടല്ല ജമാഅത്തെ ഇസ്ലാമിയെ പല സമയങ്ങളിൽ നിരോധിക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വന്നത്. ഞാൻ ആ ഭാഗത്തിൽ വിശദീകരിക്കുന്നില്ല. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദ് പറഞ്ഞു, ഒരാൾ ഇബാദത്ത് ചെയ്താൽ, നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ മതം ഇസ്ലാമിക രാഷ്ട്രത്തിൽ വെച്ചുകൊണ്ടായിരിക്കണം. അവരുടെ വാദം എങ്ങനെയാണ്? ഇസ്ലാമിക രാഷ്ട്രത്തിൽ വെച്ച് നിസ്കരിച്ചാൽ ആ നിസ്കാരം മട്ടം പോലെ ആകുള്ളൂ, അല്ലെങ്കിൽ അതൊക്കെ താൽക്കാല സംവിധാനമായിട്ടേ കൂടുള്ളൂ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ വ്യക്തമായിട്ട് ആ വാർത്ത വന്നു. ആ വാർത്ത ഒന്ന് കേൾക്കിങ്ങൾ. മതരാഷ്ട്രവാദമില്ലെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം പൊളിയുകയാണ്. ആരാധന പൂർത്തിയാകണമെങ്കിൽ പോലും ഇസ്ലാമിക രാഷ്ട്രം വരണമെന്ന് ജമാഅത്തെ ഇസ്ലാമി ഷൂറ അംഗം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പ്രസംഗം. ഇങ്ങനെയൊന്നും അല്ലല്ലോ നേരത്തെ പറഞ്ഞത്. മഹല്ലും ഹിലാൽ കമ്മിറ്റിയും ഒക്കെ ഇസ്ലാമിക രാഷ്ട്രം വരുന്നതുവരെയുള്ള താൽക്കാലിക സംവിധാനമെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. മതരാഷ്ട്രവാദമില്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു. 2016 ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിരുന്നതായി കെ മുരളീധരനും വെളിപ്പെടുത്തിയിരുന്നു. ആദ്യം നമുക്ക് ആ പ്രസംഗം ഒന്ന് കേൾക്കാം. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പഴയ പ്രസംഗം. അതിനു മുൻപ് നമ്മുടെ പഴയ നിലപാടും നമുക്കൊന്ന് കാണാം. അപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഒന്ന് കേൾക്കി. അഥവാ ആരാധനാ കർമ്മങ്ങൾ പോലും അതിനെ പൂർണ്ണതയോടെ, തികവോടെ, പെർഫെക്ഷനോടുകൂടി നിർവഹിക്കണമെങ്കിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം ഭരണകൂടമുണ്ട്. അപ്പൊ ആരാധനകൾ പെർഫെക്ഷനോടെ, അയാൾ ഇംഗ്ലീഷാണ് ഞാൻ പറഞ്ഞത്, ആകണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രമായിരിക്കണം. എത്ര അപകടകരമായ വാർത്തയും പിന്നെ പ്രസംഗമാണത്. അപ്പൊ ഇസ്ലാമിക രാജ്യമല്ലാത്ത മതേതരത്വ റിപ്പബ്ലിക്കൻ രാജ്യങ്ങളിൽ വെച്ച് ഇബാദത്ത് ചെയ്താൽ സ്വീകരിക്കൂല എന്നല്ലേ അയാളാ പറഞ്ഞതിനർത്ഥം. ഇല്ലാത്തപ്പോഴുള്ള ബദൽ സംവിധാനമാണ് നമ്മുടെ നാട്ടിലെ ഹിലാൽ കമ്മിറ്റിയും അല്ലെങ്കിൽ ഹിലാൽ കമ്മിറ്റിയും നമ്മുടെ നാട്ടിലാവുന്ന സക്കാത്ത് കമ്മിറ്റികളും സക്കാത്ത് ഫൗണ്ടേഷനും അതുപോലെ തന്നെ പള്ളി മഹല്ല് ജമാഅത്തുമൊക്കെ. വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വി എസ് രഞ്ജിത്ത്, ചുരുക്കം കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പം മഹല്ല് സംവിധാനം, ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ താൽക്കാലികമാണ്. അതുകൊണ്ട് ഇസ്ലാമിക രാജ്യത്ത് നിന്ന് മാത്രമേ ഇബാദത്ത് ചെയ്താൽ ശരിയാകൂ എന്ന അബദ്ധജടിലമായ വാദം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ് തബ്ലീഗ് ജമാഅത്ത്. തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ കോലം കൊണ്ടും തിരിയില്ല, വർത്താനം കൊണ്ടും തിരിയില്ല, വല്ലാത്ത ജാതി അടങ്ങേറി പിടിച്ചൊരു സംഘടനയാണ് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ. കോലം കണ്ട മുഷാവറ മെമ്പറാന്നൊക്കെ തോന്നും. ആ കോലത്തിലാണ് ഓല് നടക്കുക. എന്നാൽ അവരുടെ വിശ്വാസം അപകടകരമാണ്. മുജാഹിദിന്റെ പല വിശ്വാസത്തിനേക്കാളും അപകടകരമായ വിശ്വാസമാണ് തബ്ലീഗ് ജമാഅത്ത് വെച്ചു പുലർത്തുന്നത്. ആരാ തബ്ലീഗ് ജമാഅത്ത് സ്ഥാപിച്ചത്? ഞാൻ അവരെ ചില പ്രസംഗങ്ങൾ ഞങ്ങളെ കേൾപ്പിക്കും, നിങ്ങളൊക്കെ അന്തം വിട്ടുപോകും. തബ്ലീഗ് ജമാഅത്തുകാരുടെ ചില പ്രസംഗങ്ങൾ. ഈ തബ്ലീഗ് ജമാഅത്ത് ആരാണ് അതിൻ്റെ സ്ഥാപകൻ? ഞാൻ നേരത്തെ പറഞ്ഞു, മുഹമ്മദ് ഇല്യാസി സാഹിബാണ്. മുഹമ്മദ് ഇല്യാസി സാഹിബാണ് തബ്ലീഗ് ജമാഅത്ത് സ്ഥാപിച്ചതെങ്കിലും
1950കളിലാണ് തബ്ലീഗ് ജമാഅത്ത് കേരളത്തിൽ വന്നിട്ടുള്ളത്. ഈ തബ്ലീഗ് ജമാഅത്തിനെ പറ്റി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആധികാരികമായി തീരുമാനമെടുത്തു. പെട്ടെന്നാണ് തീരുമാനമെടുത്തതല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനമെടുത്തത് 1965 15 കൊല്ലം കഴിഞ്ഞതിന് ശേഷം. എന്തേ 15 കൊല്ലം എടുത്തു? ഈ തബ്ലീഗ് ജമാഅത്തിനെ പറ്റി പഠിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏതെങ്കിലും സംഘടനകളെ, ഏതെങ്കിലും വ്യക്തികളെ, ഏതെങ്കിലും സംവിധാനത്തെ പറ്റി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം സത്യമായിരുന്നു എന്ന് പിൻകാലത്ത് കാലം തെളിയിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ ആ പ്രസ്ഥാനക്കാർ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചത് ശ്രീകൃഷ്ണൻ ഞങ്ങളുടെ പ്രവാചകനാണ് എന്നാണ് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ ആളുകൾ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് ശ്രീകൃഷ്ണനായാലും മറ്റുള്ള ദൈവങ്ങളായാലും മറ്റുള്ള മതവിശ്വാസികളെ സംബന്ധിച്ച്, ഹിന്ദുക്കളെ സംബന്ധിച്ച് അവിടെ ദൈവമായിരിക്കാം, പക്ഷേ ശ്രീകൃഷ്ണൻ ഞങ്ങളുടെ പ്രവാചകനാണ് എന്നാണ് ഈ പറയപ്പെട്ട മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനിയുടെ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ ഖാദിയാനിയെ സംബന്ധിച്ചാണ് ഇസ്ലാം എന്ന് പുറത്താണെന്ന് സമസ്ത പ്രഖ്യാപിച്ചത്. അങ്ങനെ പല സംഘടനകളെ സംബന്ധിച്ച്, പല കള്ളത്വരീക്കത്തുകളെ സംബന്ധിച്ച്, ഇന്നും നിലനിൽക്കുന്ന ചില സംവിധാനങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനമെടുത്തത് സത്യമാണെന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 1950കളിൽ തബ്ലീഗ് ജമാഅത്ത് കേരളത്തിൽ വന്നു. ആ തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് ചോദ്യങ്ങൾ വന്നു. തബ്ലീഗ് ജമാഅത്തിനെ അനുധാവനം ചെയ്യാവോ? തബ്ലീഗ് ജമാഅത്തിനെ പിൻപറ്റാവോ? എന്താണ് അവരുമായിട്ട് ഏത് നിലക്കാണ് ഞങ്ങൾ ഇടപെടേണ്ടത് എന്ന വിഷയത്തിൽ മഹാനായ മൗലാന ഖുത്ബി ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് ഔദ്യോഗികമായി കത്തെഴുതി. ആ കത്തിൻ്റെ ഭാഗം ഞാനൊന്ന് വായിക്കാം. ഇപ്പോൾ നടക്കുന്ന മുഹമ്മദ് ഇല്യാസിനാൽ സ്ഥാപിതമായ തബ്ലീഗ് ജമാഅത്തിനെ പറ്റി അവരുടെ കിതാബുകൾ വേണ്ടും വിധം പരിശോധിച്ച് ഒരു തീരുമാനം നാളത്തെ മുശാവറ യോഗത്തിൽ തന്നെ ചെയ്യണം, ഒട്ടും താമസിപ്പിക്കേണ്ടതില്ല എന്ന് ചെറുചാലിൽ മുഹമ്മദ് ബിൻ അഹമ്മദ് ഖുതുബി ഒപ്പ്. 28-ാം തീയതിയാണ് ഈ കത്ത് കൊടുക്കുന്നത്. ഈ വിഭാഗത്തെ സംബന്ധിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനം ഉണ്ടാക്കി തരണം. പല ആളുകൾ ഇവർ തീരുമാനം ഉണ്ടാക്കില്ലേ. അങ്ങനെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് മുശാവറയിൽ ചർച്ച ചെയ്തു. എന്നിട്ടോ 29/8/1965 കണ്ണിയത്ത് ഉസ്താദിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന മുശാവറ യോഗം തബ്ലീഗിനെ സംബന്ധിച്ച് ആലോചിച്ചെടുത്ത യോഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ താഴെ പറയുന്ന കമ്മിറ്റി അധികാരപ്പെടുത്തി. അപ്പോൾ സമസ്തയുടെ യോഗം കൂടി ഈ കത്ത് വായിച്ചു. തബ്ലീഗ് ജമാഅത്തിനെ പറ്റി പഠിക്കാൻ വേണ്ടി 5 അംഗ സമിതിയെ നിശ്ചയിച്ചു. ആരൊക്കെയാണ് 5 അംഗ സമിതിയിൽ? 1 കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, 2 ഉള്ളാൾ കുഞ്ഞിക്കോയത്തങ്ങൾ, 3 അയനിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ, 4 വാണിയമ്പല അബ്ദുറഹ്മാൻ മുസ്ലിയാർ, 5 കൊല്ലോളി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ. 5 അംഗ സമിതിയെ തിരഞ്ഞെടുത്തു. അവർ തബ്ലീഗ് ജമാഅത്തിന് കിട്ടാവുന്നിടത്തോളം പുസ്തകങ്ങൾ, അവരുടെ പ്രസിദ്ധീകരണങ്ങൾ, അവരുടെ നേതാക്കന്മാർ, ബന്ധപ്പെട്ടവരെ മുഴുവനും കണ്ടെത്തി വായിച്ചു പഠിച്ച് അതിൻ്റെ സമ്പൂർണമായൊരു തീരുമാനം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് കൈമാറി. അങ്ങനെ 16/10/1965 ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന മുശാവറ യോഗം താഴെ പറയുന്ന തീരുമാനമെടുത്തു. തബ്ലീഗ് ജമാഅത്ത് അടുക്കാൻ പാടില്ല, പിഴച്ചതാണെന്ന് നമ്മൾ പറഞ്ഞതല്ല. 1965 കണ്ണിയത്ത് ഉസ്താദിനെ പോലെ, കോട്ടുമൽ ഉസ്താദിനെ പോലെയുള്ള മഹാരഥന്മാരായ മുസ്തജാബ് ദഅവകളായ പണ്ഡിതന്മാർ ഹയാത്തുള്ള കാലത്ത് അവരെടുത്ത തീരുമാനം എന്താണ്? തീരുമാനം കഴിഞ്ഞ യോഗത്തിൽ തബ്ലീഗ് ജമാഅത്തിനെ പറ്റി പരിശോധിക്കാൻ നിയമിച്ച സബ് കമ്മിറ്റി ഈ യോഗത്തിൽ സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ ഉൾക്കൊള്ളുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഗാഢമായി അവിടെ ഗ്രന്ഥങ്ങൾ വഴി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്തതിൽ തബ്ലീഗ് ജമാഅത്തിൻ്റെ തത്വങ്ങൾ മുബ്തദിയുടെ തത്വങ്ങളാണെന്ന് ബോധ്യപ്പെടുകയാൽ തബ്ലീഗ് ജമാഅത്ത് മുബ്തദിയുടെ ജമാഅത്താണെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു.
ഇതാണ് കണ്ണിയത്ത് ഉസ്താദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചത് 1965 ഈ പ്രഖ്യാപനമൊന്നും. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് തബ്ലീഗ് ജമാഅത്തിനെ ഈ രൂപത്തിൽ അന്ന് സമസ്ത വിമർശിച്ചത് എന്ന് പലരും ചോദിച്ചിരുന്നു. പിൻകാലത്ത് നടന്നവിടെ പ്രസംഗങ്ങളിൽ നിന്ന്, എഴുത്തുകളിൽ നിന്ന്, ഖുർആൻ പരിഭാഷകളിൽ നിന്ന് പരിപൂർണമായി ബിദ്അത്തിന്റെ കക്ഷികളാണ് തബ്ലീഗ് ജമാഅത്ത് എന്നത് പിന്നീട് ബോധ്യപ്പെട്ടു. സത്യത്തിൽ അവർ വഞ്ചതലിന്റെ പ്രവർത്തനമാണ് തബ്ലീഗ് ജമാഅത്ത്. ഈ വഞ്ചതൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഓടുമേഞ്ഞ വീടിന്റെ പിന്നെ കൗക്കോലിന് പട്ടികന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ചെതലിങ്ങനെ കയറും. അതങ്ങനെ കയറി കാർന്ന് തിന്ന് പുറത്തേക്ക് കാണാനൊരു കുഴപ്പമുണ്ടാവില്ല. ഉള്ളു മുഴുവനും തോടായിട്ടുണ്ടാകും. അവസാനം ഒന്നായിട്ട് മൂലോടക്കം ടീം തന്നെ താഴെക്കണ്ട് പുകുമ്പോഴാണ് അയച്ചടാ പറ്റിപ്പോയല്ലോ എന്ന് മനസ്സിലാക്കുന്നത്. കോലം കൊണ്ട് മനസ്സിലാകൂല, സംസാരം കൊണ്ട് മനസ്സിലാകൂല, പെരുമാറ്റം കൊണ്ട് മനസ്സിലാകൂല. പക്ഷെ വിശ്വാസം അപകടകരമാണ്. തബ്ലീഗ് ജമാഅത്തിന്റെ പ്രഭാഷകന്മാരിൽ പ്രമുഖനായിരുന്ന സുബൈർ മൗലവി അൽ കൗസരി, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയാണ്, എന്താ അദ്ദേഹം പറയണത്? നിങ്ങൾ വഹാബിയാൾ എന്ന് വിളിച്ചോളി, ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. അബുൽ അഅ്ല മൗദൂദിയെ ഞങ്ങൾക്ക് റഹിമഹുല്ല എന്ന് ഞങ്ങൾ വിളിക്കും. അബുൽ അഅ്ല മൗദൂദിയുടെ ആളുകളായിട്ട് ഞങ്ങളെ നിങ്ങൾ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിൽ അഭിമാനാണ് എന്നാണ് തബ്ലീഗിന്റെ ഒരു പ്രഭാഷകന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് കേൾക്കി നിങ്ങൾ. അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അതിക്രൂരമായി അവരെ ആക്ഷേപത്തിന് വിധേയമായി പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1703 ജന്മം കൊണ്ട ഈ 2 മഹാപണ്ഡിതന്മാര്. ഞങ്ങൾക്കൊരു മടിയുമില്ല. എന്ത്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല എന്ന് പറയാൻ യാതൊരു മടിയും ഞങ്ങൾക്കില്ല. നിങ്ങൾക്ക് മടി ഉണ്ടാകാൻ പാടില്ലല്ലോ, കാരണം നിങ്ങൾ അതിന്റെ ആൾക്കാരാണല്ലോ. നിങ്ങൾ വഹാബിസത്തിന്റെ ആൾക്കാരാണ്. അപ്പൊ വഹാബിസത്തിന്റെ സ്ഥാപകന്റെ പേരിൽ റഹിമഹുല്ല നിങ്ങൾ പറയും, അത് നിങ്ങൾ പറയും വേണം. അതന്നെയാണ് ഞങ്ങളും പറയണത്. നിങ്ങൾ തനിച്ച വഹാബിസമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞത് അതുകൊണ്ടാണ്. ബാക്കി അതിന്റെ പേരിൽ നിങ്ങൾ ഞങ്ങളെ വഹാബികൾ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ വിളിച്ചോളി, അഭിമാനത്തോടെ ഞങ്ങൾ അത് ഉൾക്കൊള്ളും. അങ്ങനെ പറയ്. അപ്പൊ ഞങ്ങളെ വഹാബികളെ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിൽ അഭിമാനമാണ്. ആര്? തബ്ലീഗ് ജമാഅത്തിന്റെ പ്രഭാഷകൻ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗം തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് സമസ്തയുടെ തീരുമാനം ഇതൊക്കെ അങ്ങനെ കഴിഞ്ഞപ്പോഴാണ് അവർ ഖുർആൻ പരിഭാഷ ഇറക്കി. തബ്ലീഗ് ജമാഅത്ത് ഈ ഖുർആൻ പരിഭാഷ ഇവിടുന്ന് ഇറക്കിയത് ആലുവയിലെ എടത്തരയിൽ അവർക്കൊരു സ്ഥാപനമുണ്ട്, ജാമിഅത്തുൽ കൗസരിയ എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര്. ആ ജാമിഅത്തുൽ കൗസരിയയുടെ പ്രിൻസിപ്പൽ ഹാഫിൽ അബ്ദുൽ കരീം മൗലവി അൽ ഖാസിമി എഴുതിയ ഖുർആന്റെ ഒരു പരിഭാഷയുണ്ട്, മഅരിഫുൽ ഖുർആൻ, മലയാളത്തിൽ വാള്യങ്ങളുള്ള ഒരു പരിഭാഷ. ആ പരിഭാഷയുടെ 142 പേജ് മുജാഹിദ് പോലും കൂടി എഴുതാത്ത രൂപത്തിലാണ് അവർ എഴുതിയത്. പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അതിന്റെ 142 പേജിൽ മഅരിഫുൽ ഖുർആൻ എന്ന ഖുർആൻ മലയാള പരിഭാഷയുടെ തബ്ലീഗ് ജമാഅത്തിന്റെ ഖുർആൻ പരിഭാഷയുടെ 142 പേജിൽ ഈ ഖുർആൻ പരിഭാഷ ഇറക്കിയ ആൾ ഇന്നു ഹയാത്തുണ്ട്. എടത്തലയിലെ ജാമിഅത്തുൽ കൗസരിയയുടെ പ്രിൻസിപ്പളാണ് അദ്ദേഹം. എന്താണ് അതിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത്? മക്ക മുശ്രിക്കുകൾ തങ്ങളുടെ വിഗ്രഹത്തിന്റെ നാമത്തിൽ അറുക്കാറുണ്ടായിരുന്നു. വിവരമില്ലാത്ത ചിലർ ശൈഖന്മാരുടെ പേരിലും അറുക്കാറുണ്ട്. വിഗ്രഹത്തിന്റെ മേൽ അറുക്കണത് എങ്ങനെ? ശൈഖന്മാരുടെ പേരിൽ അറുക്കൽ തമ്മിൽ എങ്ങനെ താരതമ്യം ചെയ്യാം? വിഗ്രഹത്തിന്റെ പേരിൽ വിഗ്രഹത്തെ ദൈവങ്ങളായ വിശ്വസിക്കുന്ന ബഹുദൈവ വിശ്വാസികൾ വിഗ്രഹത്തിന് വേണ്ടിയിട്ട് അറുക്കാറുണ്ട്. അതുപോലെയാണ് ശൈഖന്മാരുടെ പേരിൽ ചില ആളുകൾ അറുക്കാറുണ്ട്. ഇത് നിഷിദ്ധവും വ്യക്തമായ ശിർക്കുമാകുന്നു. തബ്ലീഗ് ജമാഅത്തിന്റെ ഖുർആൻ പരിഭാഷ മഹാന്മാരുടെ പേരിൽ അറുക്കുന്നത് ശിർക്കാണ്. അത് തനിച്ച ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനമാണ്. ഇവരൊക്കെ വിചാരിച്ചെന്താ വെച്ചാൽ മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ അറുക്കുക എന്ന് പറഞ്ഞാൽ കത്തിന് കൊടുന്നുകൊണ്ട് പോത്തിനെങ്ങനെ തള്ളിച്ചിട്ട് ബിസ്മി ശൈഖ് മുഹീദ്ദീൻ എന്ന് പറഞ്ഞിട്ട് അറുക്കുണ്ടെന്ന് അവരൊക്കെ വിചാരിച്ച്. അങ്ങനെയല്ല അറുക്കണത്. മഹാരഥന്മാരുടെ പേരിൽ അറുക്കുന്നതും ബിംബങ്ങളുടെ മേലിൽ ബലിയർപ്പിക്കുന്നതും ബിംബങ്ങളുടെ മേലിൽ എന്താ പറയുക അതിന് മൃഗങ്ങളെ ബലി കൊടുക്കുന്നതും ഒരുപോലെയാണ് എന്നാണ് ഈ ഖുർആൻ പരിഭാഷയിൽ. തീർന്നിട്ടില്ല. ഈ ഖുർആൻ പരിഭാഷയുടെ തന്നെ മറ്റൊരു പേജിൽ കാണാം. ഞാൻ ആ ഭാഗമൊക്കെ വേഗത്തിൽ പറഞ്ഞു പോകാൻ, ചില പ്രസംഗങ്ങൾ കേൾപ്പിക്കാനുണ്ട്. അതുപോലെ തന്നെ മഅരിഫുൽ ഖുർആൻ എന്ന ഈ ഖുർആൻ പരിഭാഷയുടെ മറ്റൊരു ഭാഗത്ത് അവർ എഴുതിയത് കാണാം. എന്താ എഴുതിയത്? യേശുക്രിസ്തുവിൻ്റെ ജന്മദിനത്തെ ക്രൈസ്തവർ
അവരുടെ പെരുന്നാൾ ദിനമായി കൊണ്ടാടി. യേശുക്രിസ്തുവിൻ്റെ ജന്മദിനത്തെ ക്രൈസ്തവർ അവരുടെ പെരുന്നാൾ ദിനമായി കൊണ്ടാടി. അതിനെ മാതൃകയാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം നബിദിനം എന്ന പേരിൽ ചിലർ ഒരു ആഘോഷമാക്കി. ആരെ പറഞ്ഞ്? ക്രിസ്തുമതത്തിൻ്റെ ക്രിസ്ത്യാനികളുടെ ആ ക്രിസ്മസിനെ ആധാരാക്കിയിട്ടാണ് നബി തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുന്നതെന്ന് പച്ച കളവല്ല ഇതിൽ എഴുതിയിട്ടുള്ളത്. മാത്രമല്ല, ഇങ്ങനെ ആഘോഷിക്കുന്ന പതിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം എന്ന പേരിൽ ചിലർ ആഘോഷമാക്കി. അന്നേ ദിവസം തെരുവുകളിൽ പ്രകടനം നടത്തിയും തെറ്റായ വഴക്കങ്ങൾ സൃഷ്ടിച്ചും അലങ്കാര ബൾബുകൾ ചാർത്തിയും അതൊരു ഇബാദത്തായി കാണാൻ തുടങ്ങി. സ്വഹാബികളുടെയോ താബിഈകളുടെയോ ഈ ഉമ്മത്തിലെ മുൻഗാമികളുടെ പ്രവർത്തനങ്ങൾ ഇതിന് മാതൃകയില്ല എന്ന് ഈ ഖുർആൻ പരിഭാഷയിൽ വ്യക്തമായി തബ്ലീഗ് ജമാഅത്തുകാർ എഴുതി വെച്ചു. എന്താണ് ഇവിടെ വഹാബികൾ പറഞ്ഞിട്ടുള്ളത്? എന്താണ് ഇവിടെ വഹാബികൾ പ്രചരിപ്പിച്ചിട്ടുള്ളത്? അത് തന്നെയാണ് തബ്ലീഗ് ജമാഅത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോലം കണ്ട്, വേഷം കണ്ട്, കണങ്കാലിൻ്റെ മേലെ തുണിയെടുത്തത് കണ്ട് ആരും വഞ്ചിതരാകരുതെന്നാണ് പറയാനുള്ളത്. ഇനി നോക്കി നിങ്ങൾ ഈ പറയപ്പെട്ട മൗലവിൻ്റെ മറ്റൊരു പ്രസംഗം എന്താ അദ്ദേഹം പറയണത്? ഓമാനൂർ ശുഹദാക്കൾ, ഇപ്പം നമുക്ക് അറിയണോലാണല്ലോ. ഓമാനൂർ ശുഹദാക്കൾ, പൂക്കോട്ടൂരിലെ ശുഹദാക്കൾ, താത്തൂരിലെ ശുഹദാക്കൾ, ഇങ്ങനെ ഒരുപാട് ശുഹദാക്കന്മാരുണ്ട് നമ്മുടെ നാടുകളിൽ. അങ്ങനെയുള്ള ശുഹദാക്കന്മാർ ജാഹിലിയ മരണം മരിച്ചവരാണ്. വൃത്തികെട്ട മരണങ്ങളാണ് അവരുടെ മരണങ്ങൾ. അദ്ദേഹത്തിന്റെ പ്രസംഗമാണ്, കേൾക്കിങ്ങള്. കൈവച്ചൊന്ന് ചിന്തിക്കണം. നിങ്ങള് ദുൽഹജ്ജ് 9-ട്ടാണല്ലേ? ദുൽഹജ്ജ് 9-നല്ലേ ഓമാനൂരൊക്കെ നേർച്ചടക്കല്? ദുൽഹജ്ജ് 8-ന് ഓമാനൂരും പൂക്കോട്ടൂരും താത്തൂരും ഒക്കെ ഈ നെയ്ച്ചോറും ഇറച്ചും കോഴിയും വെച്ച് തിന്നുന്ന നിങ്ങൾ ആരുടെ നെയ്ച്ചോറാ വെച്ച് തിന്നുന്നത്? നെയ്ച്ചോറ് ഞങ്ങൾ നെയ്ച്ചോറിന്റെ അരി കൊണ്ട് തന്നെ, അത് തർക്കമൊന്നുമില്ല. നെയ്ച്ചോറിന്റെ അരി തന്നെ നെയ്ച്ചോറൊക്കെ. ബാക്കി പറയും ആരുടെ നെയ്ച്ചോറാ ചിന്തിച്ചിട്ടുണ്ട് നിങ്ങള്? ജാഹിലിയ മരണം വരിച്ചു പോയ ബ്രിട്ടീഷിനെതിരെ പോരാടുന്നവൻ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ പോരാടുന്നതിന് സമാനമാണെന്നും ആ ബ്രിട്ടീഷ് ഇന്ത്യക്കെതിരെ പോരാടി മരിച്ചാൽ ഷഹീദാവുകയില്ല, ജാഹിലിയ മരണം, വൃത്തികെട്ട മരണം മരിച്ചവനാകുമെന്ന് പറഞ്ഞ എന്ന് അങ്ങനെ ഇവിടൊക്കെ മരിച്ച് ഖബറടക്കപ്പെട്ട നമ്മുടെ വല്ലിപ്പമാരുടെ അവരുടെ മശായിദുകളാണ്. ആര് പറഞ്ഞു അത് വൃത്തികെട്ട മരണാണെന്ന്? ആര് പറഞ്ഞു? പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി ഷഹീദായ ശുഹദാക്കന്മാരില്ലേ? രാജ്യത്തിന് വേണ്ടി ഷഹീദായവരില്ലേ? ഇതൊക്കെ വൃത്തികെട്ട മരണം മരിച്ചവരാണെന്നും ജാഹിലിയ മരണം മരിച്ചവരാണെന്നും അവിടെ പേരിൽ നേർച്ച നടത്താൻ പാടില്ലെന്നും അവിടെ പേരിൽ ഭക്ഷണ വിതരണം ചെയ്യാൻ പാടില്ലെന്നും പറയുന്ന സാക്ഷാൽ വഹാബിസത്തിന്റെ തനിരൂപമാണ് തബ്ലീഗ് ജമാഅത്ത്. എന്നാൽ വഹാബികൾ പോലും വൃത്തികെട്ട മരണമെന്ന് പോലും അവർ പ്രയോഗിച്ചിട്ടില്ല. അതിനപ്പുറത്താണ് തബ്ലീഗ് ജമാഅത്തുകാർ നടത്തുന്നത്. വലിയ അപകടമല്ലേ? അവ തബ്ലീഗ് ജമാഅത്താണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിലും ഏത് പേരിൽ അറിയപ്പെടുന്ന സംഘടനകളാണെങ്കിലും ബിദ്അത്ത് എന്ന പേരിൽ, ബിദ്അത്ത് എന്ന അഡ്രസ്സിലേക്ക് മാറ്റപ്പെട്ടാൽ അടിസ്ഥാനപരമായ പാരമ്പര്യ വിശ്വാസത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്നവരാണ്. എന്നാൽ ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനം എത്ര ഉണ്ടെന്ന് ഓൽക്കന്നെ ഒരു ഐഡിയ ഇല്ല. അതിന് മാത്രം ഭിന്നിച്ച് തൗഹീദിന്റെ പേരിൽ, ആദർശത്തിന്റെ പേരിൽ ഭിന്നിച്ച മുജാഹിദ് പ്രസ്ഥാനം. സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് ഖവാരിജികളുടെ സ്വഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട്. എന്താണ് ഖവാരിജിയാക്കളുടെ സ്വഭാവം? ഖവാരിജിയാക്കൾക്ക് 3 സ്വഭാവങ്ങളാണുള്ളത്. ഒന്നാമത്തെ സ്വഭാവം എന്ന് പറയുന്നത് അനങ്ങ പരസ്പരം കാഫിറാക്കുക. പിന്നെ മുശ്രിക്കുകളുടെ മേൽ ഇറങ്ങിയ ആയത്ത് മുസ്ലിങ്ങളുടെ മേലിൽ ഓതിയിട്ട് അവരെ മുശ്രിക്കാക്കുക. മൂന്നാമത്തതോ പരസ്പരം ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഗ്രൂപ്പുകളായിട്ട് പിരിഞ്ഞു പോവുക. ഇതാണ് ഖവാരിജിയാക്കളുടെ സ്വഭാവം എന്ന് ഒരു മുജാഹിദിന്റെ നേതാവ് പറയട്ടെ. എന്നിട്ട് അതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഖവാരിജികളുടെ 3 അടയാളങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒരു മുഅ്മിൻ ഒരു പാപം ചെയ്താൽ സൗണ്ട് കുറച്ചൊന്ന് കുറയ്ക്കും. തൽക്കാലം തെറ്റ്. ഖവാരിജികളുടെ 3 അടയാളങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒരു മുഅ്മിൻ ഒരു പാപം ചെയ്താൽ അവനെ കാഫിർ എന്ന് വിളിക്കും. അപ്പൊ ഖവാരിജിയാകുടെ 3 സ്വഭാവങ്ങളിൽ ഒരു സ്വഭാവം മുസ്ലിമീങ്ങളെ കാഫിയങ്ങൾ എന്ന് വിളിക്കുക. അത് ഇന്ന് മുജാഹിദുകൾ രാവിലെയും ഉച്ചക്കും വൈകുന്നേരം ഗുളിക കുടിച്ചെന്നാര് വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സുന്നികളെ സംബന്ധിച്ച് ഞാൻ സൗകര്യം പോലെ കേൾപ്പിക്കും.
എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ, ഒരാളുടെ വസ്ത്രത്തിൽ എന്തെങ്കിലും ഒരു പെശക് വരാൻ, എന്തെങ്കിലും ഒരു കുഴപ്പം വരാൻ, ഈ ഖവാരിജികളുടെ സ്വഭാവം എന്താണ്? ഓ പച്ച കാഫിറാന്ന് ഒരു മടിയുണ്ടാവില്ല. മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരെ കാഫിറുകളാക്കാൻ ഈ ഖവാരിജികൾക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന അടിസ്ഥാനപരമായ തൗഹീദിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെ കാഫിറെ എന്ന് വിളിക്കാൻ ഒരു മടിയുമില്ലാത്തവരാണ് ഖവാരിജിയാക്കൾ. ആ ഖവാരിജിയാക്കളുടെ സ്വഭാവമാണ് ഇന്നത്തെ വഹാബികൾക്കുള്ളത്. ചുഴലി അബ്ദുള്ള മൗലവി പറഞ്ഞതൊന്നുമല്ല. അതിന് മുമ്പും അതിൻ്റെ ശേഷവും നിരന്തരമായി കേരളത്തിലെ സുന്നികളെ സംബന്ധിച്ച് കാഫിറുകളാണെന്നും മുശ്രിക്കുകളാണെന്നും നാഴികക്ക് 40 വട്ടം അവർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പരിശുദ്ധമായ കലിമത്തു തൗഹീദിൽ വിശ്വസിച്ചവരെ സംബന്ധിച്ച് ഏത് അടിസ്ഥാനത്തിലാണ് കാഫിർ എന്ന് വിളിക്കുന്നത്? അങ്ങനെ വിളിക്കാവോ? അപകടമല്ലേ, വലിയ അപകടമല്ലേ. പിന്നെ അതിനുള്ള അവർക്കുള്ള വിശദീകരണം എന്ന് പറയുന്നത് മരിച്ചോടത്ത് ഓതണില്ലേ, ഖബറിങ്ങ പോണില്ലേ, സിയാറത്ത് ചെയ്യണില്ലേ, നബിദിനം നടത്തണില്ലേ, ആണ്ട് നടത്തണില്ലേ. അതിന് സത്യത്തിൽ എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്നത് തിരിച്ചറിയാത്തത് കൊണ്ടുള്ള തകരാറാണ്. ഇനി ഇസ്ലാമിൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ബിദ്അത്താണെന്ന് നിങ്ങൾ പറയുന്ന, ബിദ്അത്ത് ളലാലത്താണെന്ന് നിങ്ങൾ പറയുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ബിദ്അത്തിനെ പറയാവൂ, ശിർക്ക് എന്ന് പറയാൻ പാടില്ല. മരിച്ചോടത്ത് ഖുർആൻ ഓതുന്നത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ബിദ്അത്ത് എന്ന് പറഞ്ഞോളി. എങ്ങനെ മുശ്രിക്ക് ശിർക്കാണെന്ന് പറയും? മരിച്ചവരുടെ പേരിൽ സ്വതക്ക കൊടുക്കുന്നത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ബിദ്അത്ത് എന്ന് പറഞ്ഞോളി. അതിന് ശിർക്ക് എന്ന് പറയാൻ നിർവാഹമില്ല. ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പഠിക്കാത്തത് കൊണ്ടാണ്. ശിർക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ബാത്തു ശരീക്കി ഫിൽ ഉലൂഹിയ്യത്തി എന്നതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ നിർവചനം. അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിൽ പങ്കുകാരെ ചേർക്കുക എന്നിട്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. മാത്രല്ല, രണ്ടാമത്തെ അവരുടെ അടയാളം മുശ്രിക്കുകൾക്ക് നേരെ ഇറങ്ങിയ ആയത്തുകൾ മുഅ്മിനീങ്ങൾക്ക് നേരെ ഓതും. അപ്പൊ ഖവാരിജിയാക്കളുടെ രണ്ടാമത്തെ സ്വഭാവം മുശ്രിക്കുകളുടെ നേരെ ഇറങ്ങിയ ആയത്തുകൾ മുസ്ലിങ്ങളുടെ നേരെ ഓതുക, എന്നിട്ട് ഓലാണ് മുശ്രിക്കാക്കുക. അപ്പൊ ആടിനെ പട്ടിയാക്കുക, പട്ടിനെ പേപ്പട്ടിയാക്കുക, പിന്നെ തച്ചാണ്ട് കൊല്ലുക, പിന്നാണ്ട് കുഴിച്ചിടുക. ഈ ഒരു സ്വഭാവമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുശ്രിക്കുകൾക്ക് നേരെ ഇറങ്ങിയ ആയത്തായിരിക്കും അത് മുഅ്മിനീങ്ങൾക്ക് നേരെ ഓതാൻ അവർക്ക് യാതൊരു മടി ഉണ്ടാവില്ല. മൂന്നാമത്തെ അവരുടെ അടയാളം, അവർ പെട്ടെന്ന് തമ്മിൽ തല്ലും. പെട്ടെന്ന് തമ്മിൽ തല്ലും, ഗ്രൂപ്പുകൾ ഉണ്ടാക്കും. പറയട്ടെ വേഗം വേഗം. അവർ ഗ്രൂപ്പ് ഉണ്ടാക്കും. ആ ഗ്രൂപ്പിന്റെ ഉള്ളിൽ അവർ ഭയങ്കര ആവേശക്കാരായിരിക്കും, ഭയങ്കര സംഭവമായിരിക്കും. കുറച്ച് കഴിയുന്നതിന് മുന്നേ അവർ തമ്മിൽ തല്ലാൻ തുടങ്ങും. അപ്പൊ ഇങ്ങനെയുള്ള ഖവാരിജിയാക്കളുടെ അതേ സ്വഭാവങ്ങൾ നിലനിർത്തുന്ന കേരളത്തെ വഹാബി പ്രസ്ഥാനക്കാർ. പക്ഷെ വേറൊരു കാര്യം അതിലുണ്ട്. അവർ നമ്മളെങ്ങനെ മുശ്രിക്കാക്കി, നമ്മളെങ്ങനെ കാഫിറാക്കി നരകത്തേക്ക് റിക്രൂട്ട് ചെയ്യുമ്പം ഞമ്മക്കെത്ര വേദന ഉണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാണില്ല. അവർ പരസ്പരം കാഫിറാക്കിയപ്പോഴാണ് ആ വേദനൻ്റെ വലിപ്പം മനസ്സിലായത്. മുജാഹിദ് ബാലിജ് തൊട്ടടുത്ത ദിവസം നടത്തിയ പ്രസംഗത്തിൽ അയാൾ പറയാണ്, എനിക്കിന്ന് 2 ഞെട്ടലുണ്ടായി. അത് അദ്ദേഹം ഒന്ന് പറയട്ടെ, ഒരു ബാക്കി എനിക്ക് പറയാനുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ടവർ എനിക്ക് 2 ഞെട്ടലുകൾ ഉണ്ടായി. 2 മട്ടലല്ല, 2 ഞെട്ടല്. എങ്ങനെ മൂപ്പര് 2 ഞെട്ടല് ഞെട്ടിയതെന്ന് പറയട്ടെ. എന്റെ ഫോണിൽ കിടക്കണ്ട ആ വോയിസ്. ഞാൻ പലതവണ സലാം പറഞ്ഞിട്ട് ഈ കേന്നന്മാരെ സലാം മടക്കണില്ല. എത്ര പേര് നമ്മൾ കാട്ടണേ കേന്നന്മാർക്ക് നിങ്ങൾ സലാം പറഞ്ഞിട്ട് മറക്കാത്തിനപ്പോ ഞങ്ങളോട് കുയിന്ത് കാട്ടിയിട്ട് കാര്യമുണ്ടോ? സലാം മടക്കാതിരുന്നപ്പോ അവൻ എനിക്കൊരു വോയിസ് അയച്ചു. ആ വോയിസ് എന്താ പറയുന്നത്? ഞാൻ അബൂജഹലിനെ പോലെ മുശ്രിക്കാണ്, അതുകൊണ്ടാണ് സലാം മടക്കാത്തത്. അപ്പൊ നിങ്ങൾ അബൂജഹലിനേക്കാളും വലിയ മുശ്രിക്കാന്ന് KNM വിശ്വാസം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്തി കൊടുത്താളി. അതിനിപ്പോ നാട്ടുകാരോട് ഇങ്ങനെ സങ്കടം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കേട്ടോ പറയണ്, നിങ്ങൾ ശ്രദ്ധിച്ചോളാം. ഞാൻ ആരാണ്? അബൂജഹലിനെ പോലെ മുശ്രിക്കാണ് എന്ന് ആര് പറഞ്ഞു? KNM പറഞ്ഞു. കാരണം ഇയാൾ വിസ്റ്റം ഗ്രൂപ്പുകാരനാണ്. ഇവർക്ക് തന്നെ പണി അങ്ങോട്ടും ഇങ്ങോട്ടും മുശ്രിക്കാക്കുക. KNM മുശ്രിക്കാണെന്ന് വിസ്റ്റം ഗ്രൂപ്പുകാർ പറയും, വിസ്റ്റം ഗ്രൂപ്പ് മുശ്രിക്കാണ് എന്ന് KNM പറയും. നമ്മൾ കരക്കത്തുനിന്ന് ഗാലറിയിൽ നമ്മൾ പറയണം ഈ കോളേജിലെ 2 കൂട്ടർ അങ്ങോട്ട് തന്നെയാണെന്നാണ് നമ്മളും പറയാനുള്ളത്. ഇവിടുത്തെ അമ്പലത്തിന്റെ ഉള്ളിൽ കയറി ചെന്നിട്ട് ആ പാവപ്പെട്ട ജനങ്ങളെ പച്ച തൗഹീദിലേക്ക് ക്ഷണിച്ച എന്റെ മുഖത്ത് നോക്കി ഈ KNM പറയാണ്, എന്ത്? ഞാൻ അബൂജഹലിന്റെ ശിർക്കിലാണ്, അതുകൊണ്ട് തന്നെ നിന്നോട് സലാം മടക്കാൻ പറ്റൂല. അപ്പൊ ഈ രൂപത്തിൽ പരസ്പരം ശിർക്കാരോപണം തീർന്നിട്ടില്ല. ഇദ്ദേഹത്തിന് തന്നെ മറ്റൊരു പ്രശ്നം കൂടി കേൾക്കിങ്ങള്. അദ്ദേഹം പറയാണ്, KNM എന്നെ കാഫിർ എന്ന് വിളിച്ചപ്പോ എനിക്ക് വല്ലാത്ത വേദന ഉണ്ടായി. അതുകൂടി അദ്ദേഹം പറയട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്നവരെ, ഞാൻ കഴിഞ്ഞ ദിവസം വേദനിച്ചു പോയി. എന്റെ മൂപ്പര് വേദന ഉണ്ടാകാൻ കാരണം പറയട്ടെ. എന്റെ മുഖത്ത് നോക്കി ഒരു KNM-കാരൻ, എടാ മുശ്രിക്കേ, കാഫിറേ,
കേരളത്തിലെ സമസ്തയെ പോലെ നീ ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് കാഫിറേ എന്ന് KNM-കാര് കെട്ടയിച്ചു വിട്ടവർ വിളിക്കുന്നു. അപ്പൊ KNM-കാർ അദ്ദേഹത്തെ കാഫിറേന്ന് വിളിച്ചപ്പോ വേദന ഉണ്ടായി. അത് വേദന എന്ന് പറഞ്ഞ സംഗതി വാർഡ് അടിസ്ഥാനത്തിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള സംഗതി ഒന്നല്ല, എല്ലാവർക്കും വേദന ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പരിശുദ്ധമായ കലിമത്തു തൗഹീദ് വിശ്വസിക്കുന്ന, അത് പ്രബോധനം ചെയ്യുന്ന, അതടിസ്ഥാനത്തിൽ അമലുകൾ ചെയ്യുന്ന സുന്നികളെ സംബന്ധിച്ച് മുശ്രിക്കാണെന്ന് നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്കും വേദന ഉണ്ട്. തീർന്നിട്ടില്ല. സക്കരിയ സ്വലാഹി കൈലേറെ വലിയ വേദന ഉണ്ട് എന്നാണ് സക്കരിയ സ്വലാഹി മോനെ വേറ്റ സക്കരിയ സ്വലാഹിന്റെ പ്രസംഗം ഒന്ന് കേൾക്കി നിങ്ങൾ. അള്ളാന്റെ റസൂല് നാളെ പരലോകത്ത് ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിനുവേണ്ടി അള്ളാനോടാണ് നമ്മൾ തേടേണ്ടത്. നിന്റെ എന്നെ പുറത്താക്കിയത് എനിക്ക് പ്രശ്നമില്ല. കഴിഞ്ഞ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ എന്താ ഉണ്ടായത്? ഉത്തരം പറഞ്ഞ് വേറൊന്നും ഉണ്ടായില്ല. എനിക്ക് പ്രശ്നമില്ല, ഞാൻ പുറത്ത് നിൽക്കാൻ റെഡിയാണ്. പക്ഷേ ശിർക്ക് പുറത്താക്കി, അതാണ് സഹിക്കാൻ കഴിയാത്ത. അതിനെ നമുക്കും പറയാനുള്ളത്. അപ്പൊ സക്കരിയ സ്വലാഹി മരിക്കണതിന് മുമ്പ് അദ്ദേഹത്തെ ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കി ശിർക്ക് ആരോപിച്ചാണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഒന്നായിട്ട് പണ്ട് തള്ള പറഞ്ഞ കോയമാന്ത്രത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അയക്കിപ്പോ സ്വർഗത്തേക്ക് പോകണ തൗഹീദുള്ളവർ ആരാണെന്നുള്ളത് തെരഞ്ഞിട്ട് കാണണില്ല. കാരണം KNM വിസ്റ്റൻ ഗ്രൂപ്പ് വരെ കാഫിറാണ് പറഞ്ഞു, വിസ്റ്റൻ ഗ്രൂപ്പ് അങ്ങോട്ട് കാഫിറാണ് പറഞ്ഞു, സക്കരിയ സ്വലാഹി കാഫിറാണെന്ന് ഓല് രണ്ടാൾക്കാരോടും പറഞ്ഞു, ഓല് രണ്ടുകൂട്ടരും കാഫിറാണ് മുശ്രിക്കാണെന്ന് സക്കരിയ സ്വലാഹിയും പറഞ്ഞു. ഇങ്ങനെ ഒക്കെപ്പാടെ ഈ കോയമാന്ത്രത്തിൽ കൊടുന്ന് അടങ്ങി പറയുന്ന ഈ വഹാബിസത്തിന്റെ പിന്നിൽ തൗഹീദ് കിട്ടുമെന്ന് കരുതി ആരെങ്കിലും കൂടിയിട്ടുണ്ടെങ്കിൽ, സ്വർഗത്തിൽ കടക്കുമെന്ന് കരുതി ആരെങ്കിലും കൂടിയിട്ടുണ്ടെങ്കിൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയില്ല. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു. SKSSF നടത്തുന്ന ഈ ആദർശ പ്രസംഗം കൊണ്ട് എന്ത് നേട്ടമുണ്ടായി എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആദർശ പ്രഭാഷണം കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മേഖലകൾ തോറും SKSSF-ന്റെ ആദർശ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടുണ്ടായ ഏറ്റവും വലിയൊരു നേട്ടം കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രഭാഷകന്മാരിൽ പ്രമുഖനായ ജനാബ് ഹുസൈൻ സലഫി പരസ്യമായിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഹബീബായ നബി തങ്ങളുടെ ശഫാഅത്ത് കിട്ടും, നബി തങ്ങൾ റെക്കമെൻഡ് ചെയ്യും, നാളെ മരിച്ചുപോയാൽ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റും. ഇത്രയും കാലം നമ്മൾ പറഞ്ഞപ്പോൾ നമ്മളെ കുതിരാക്കിയവർ തിരിച്ചു പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായതിൽ സംവാദങ്ങളും മുഖാമുഖങ്ങളും അതുകൊണ്ട് വലിയ നേട്ടങ്ങളുണ്ടായി എന്നൊരു സന്തോഷം കൂടി അറിയിക്കാണ്. ഹുസൈൻ സലഫി പറയട്ടെ. അള്ളാന്റെ റസൂല് നാളെ പരലോകത്ത് റെക്കമെൻഡ് ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. ഞങ്ങൾക്ക് പണ്ടേ സംശയമില്ല, നിങ്ങൾക്കല്ലേ സംശയം ഉണ്ട്. നിങ്ങളെ സംശയം തീർന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷേ അതിനുവേണ്ടി അള്ളാനോടാണ് നമ്മൾ തേടേണ്ടത്. അങ്ങനെ തന്നെയാണ് നമ്മൾ തേടല്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫളീലത വദ്ദറജത റഫീഅത വബഅസുഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅതഹു വർസുഖ്നാ ശഫാഅതുഹു. ആ ശഫാഅത്ത് ചോദിക്കുമ്പോൾ തലക്കൽ റബ്ബന എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. പടച്ചോനോട് തന്നെയാണ് ചോദിക്കുന്നത്. അല്ലാഹുവേ, നിന്റെ റസൂലിന്റെ ശഫാഅത്ത് നീ ഞങ്ങൾക്ക് തരണം. അത് കിട്ടാനുള്ള വഴിയും അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ശഫാഅത്ത് ചോദിച്ചാൽ മാത്രം പോരാ, ആ ശഫാഅത്ത് കിട്ടാനുള്ള മാർഗം അള്ളാഹിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ. ഏതാണ് ആ മാർഗം? ബാങ്ക് വിളി കേൾക്കുമ്പോ നമ്മളൊക്കെ ബാങ്ക് വിളിക്കുന്നത് പോലെ വാചകങ്ങൾ ഏറ്റു പറയണം. അതുപോലെ തന്നെ ലാ ഹൗലയിൽ വ്യത്യാസപ്പെടുത്തി പറയുന്നു. ശേഷം നമ്മൾ മുത്ത മുസ്തഫയുടെ പേരിൽ സമ്പൂർണമായ ഒരു സ്വലാത്ത് ചൊല്ലുന്നു. ഇത് മൊറയൂര് പള്ളിക്കത്തെ മുജറല്ലട്ട ഹുസൈൻ സലഫിയാണ്. പിന്നീട് നമ്മൾ പറയേണ്ടത് എന്താണ്? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ എന്ന് തുടങ്ങുന്ന ദുആ ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങൾ വിശദീകരിക്കണ്ട, ഞാൻ വിശദീകരിക്കാം. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീലത വദ്ദറജത റഫീഅത വബ്അസുഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത വർസുഖ്നാ ശഫാഅതുഹു. അത് പറയേണ്ടിയിരുന്ന എഴുതിയിട്ട് ഞാൻ വിശദീകരിക്കണില്ല എന്ന് മൂപ്പര് പറഞ്ഞത്. എന്നിട്ട് ആ ദുആ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ എന്റെ റെക്കമെൻഡ് അവന് കരസ്ഥമാകുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ മാഷാ അല്ലാഹ്, നോക്കിയാണ് നിങ്ങൾ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1400 ചില്ലാനം കൊല്ലം മുമ്പ് നബി അത് പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം അതിന് ശേഷം പിന്നെ ജിബ്രീൽ വന്നിട്ടില്ലല്ലോ, പിന്നെ ഒരു വഹി ഇറങ്ങിയിട്ടില്ലല്ലോ.
അവൻ നബി തങ്ങള് റെക്കമെൻഡ് ചെയ്യുമെന്ന ശഫാഅത്ത് ചെയ്യുമെന്ന ഈ വിശ്വാസം പണ്ടേ ഉള്ളത് തന്നെയല്ലേ? എന്തേ നിങ്ങളത് മൂടി വെച്ചത്? എന്തേ പറയാതിരുന്നത്? ഇന്ന് പഠിച്ചപ്പം, മുഖാമുഖങ്ങൾ നടന്നപ്പം, ഖണ്ഡനങ്ങൾ നടന്നപ്പം, ആദർശ സമ്മേളനങ്ങൾ നടന്നപ്പോൾ, വിശദീകരണങ്ങൾ നടന്നപ്പം സത്യം പറയേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. ബാക്കി പ്രിയപ്പെട്ടവരെ, ബാങ്ക് കേൾക്കുമ്പോൾ അനിവാര്യ ഘട്ടത്തിലല്ലെങ്കിൽ നമ്മൾ ആ ബാങ്കിനെ അവഗണിച്ചുകൊണ്ട് സംസാരത്തിൽ ഏർപ്പെടരുത്. ആ ബാങ്കിന് നമ്മൾ ഇജാബത്ത് പറയണം, ശേഷം സ്വലാത്ത് ചൊല്ലണം, ശേഷം ഈ ദുആഇനെ ചോദിക്കണേ. മുത്ത് മുസ്തഫാക്ക് വസീലത്തെന്ന പദവി കൊടുക്കണേ അല്ലാ. നോക്കിയാണെങ്കിൽ ഇയാളൊക്കെ വേദനിറങ്ങിയ കബീർ വാക്കൊക്കെ നാടൻ മണിക്ക് കൊണ്ടുവരും. അജാതി വേദ നോക്കിയാ നിങ്ങൾ. ഈ ശഫാഅത്ത് തന്നെയല്ലേ നമ്മൾ ചോദിച്ചിരുന്നത്? നബി തങ്ങൾ നാളെ ശഫാഅത്ത് ചെയ്യും, ശുപാർശ ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പഞ്ചറായ സൈക്കിൾ എടുത്ത് നമ്മളെ പിന്നാലെ കൂടി കുതിരാക്കി. വല്ലൈസലിൽ ഇൻസാൻ ഇല്ലാമാസായെ, മനുഷ്യർ ഓന് ചെയ്തതേ ഉണ്ടാകൂ, മറ്റൊരാൾ ശഫാഅത്ത് ചെയ്യൂല എന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ ഈ പ്രസംഗം നടത്തുന്നത്. സന്തോഷമുണ്ടെന്ന് നമുക്ക് ആ വിഷയത്ത് പറയാറുള്ളൂ. ബാക്കി അത്യുന്നതമായ സ്തുത്യർഹമായ മഖാമുൻ മഹ്മൂദ് എന്ന് പറയുന്ന പദവിയിലേക്ക് അവിടുത്തെ നാളെ മഹ്ശറിൽ നീ നിയോഗിക്കണേ അല്ലാ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടിയുള്ള ദുആയാണ് ബാങ്കിന്റെ ശേഷം നടക്കുന്നത്. ആ ബാങ്കിന്റെ ശേഷമുള്ള ദുആ പതിവാക്കിയാൽ ശഫാഅത്ത് കിട്ടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ തർക്കങ്ങൾ വേണ്ട. പാരമ്പര്യമായ വിശ്വാസം അനുസരിച്ച് നടക്കുക, മുൻഗാമികൾ പഠിപ്പിച്ചത് കൊണ്ട് നടക്കുക. സൗകര്യത്തിന് വേണ്ടി അതൊക്കെ സൗകര്യത്തിന് വേണ്ടി മാറ്റിത്തിരുത്തലുകൾ നടത്താതിരിക്കുക. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ മുഫസ്സിരീങ്ങൾ കൊടുത്ത വ്യാഖ്യാനം കൊടുക്കുക. യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറാ. അങ്ങനെ ഖുർആൻ പറഞ്ഞത്. യുളില്ലു ബിഹി കസീറാ. ആദ്യ ഖുർആൻ പറഞ്ഞ എന്താ? ഖുർആനെ ദുർവ്യാഖ്യാനിച്ചാണ് കുറെ ആൾക്കാർ പഴച്ചു പോകും. വയഹ്ദി ബിഹി കസീറാ എന്ന് രണ്ടാമതാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനെ കൃത്യമായി വ്യാഖ്യാനിക്കുക. മുഫസ്സിരീങ്ങൾ പറഞ്ഞതുപോലെ, മുൻഗാമികൾ വ്യാഖ്യാനിച്ചതുപോലെ വ്യാഖ്യാനിക്കുക. ഹദീസുകൾക്ക് മുൻഗാമികൾ കൊടുത്ത് വ്യാഖ്യാനങ്ങൾ നൽകുക. സംഘടനാപരമായ വൈരാഗ്യത്തിന്റെ പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച മുഅ്മിനീങ്ങളെ മുശ്രിക്കാക്കാതിരിക്കുക. സുന്നത്ത് ജമാഅത്തിന്റെ മാർഗം ഋജുവാണെന്ന് മനസ്സിലാക്കി യഥാർത്ഥ മാർഗത്തിലേക്ക് തിരിച്ചു വരിക.